ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി പോകുന്നതും നോക്കി ചന്ദ്രമതി നെട്ടോട്ട് ഓടുക. ചന്ദ്രമതി നേരെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ്. ഇവനെന്താ ഇതുവരെ പോകാത്തത്? ഇവിടെ തന്നെ ഇവനിങ്ങനെ നിൽക്കണം എന്നാ? ഇവനുള്ള സമയത്തെങ്ങാനും അവർ വന്നാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് ചിന്തിക്കുക. സച്ചി എന്തിന് ഡാൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അവർ വരുന്ന സമയത്ത് സച്ചി ഇവിടെ ഉണ്ടാകരുതെന്ന് വർഷയുടെ അമ്മ വിളിച്ച് പറയുകയും ചെയ്തു. ഞാൻ ഇനി എന്ത് ചെയ്യാനാണെന്നൊക്കെ ഓർത്ത് അമ്മ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുക. ഇവൻ ഇന്നിപ്പോൾ ജോലിക്ക് പോകുന്നില്ലായിരിക്കുമോ? ഇവൻ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മകനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് പൂജാമുറിയിലേക്ക് ഓടി. പൂജാമുറിയിൽ ചെന്നിട്ട്, അമ്മേ ദേവി, അതെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചതല്ലേ ഉള്ളൂ, അവർ വരുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നൊക്കെ ദേവിയോട് വലിയ ആജ്ഞാപനം നടത്തുക. സച്ചി ഇവിടെ നിന്ന് പറഞ്ഞു വിടണേ, പറഞ്ഞു വിട്ടില്ലേ ശരിയാവില്ല, അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചത് ആ ഭഗവാനെ എന്നും പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുന്നു. നമ്മുടെ രേവതി ആണെങ്കിൽ അവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ രേവതിയെ വന്ന് കടിച്ചു കുത്തിപ്പറിക്കാനായിട്ട് നോക്കുവാണ് ചന്ദ്രമതി. ഓ, നിന്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേടി? നിന്റെ അനിയൻ കോളേജിൽ അവൻ പോകുന്നില്ലേന്ന് ചോദിച്ചപ്പം, ആര് പോകുന്ന കാര്യം അമ്മേ? ഓ, നിന്റെ അനിയൻ കോളേജിൽ പോകുന്നില്ലെന്നാണ് ചോദിച്ചത്. പോവാതിരിക്കുമോ? അപ്പോൾ ഞാൻ അവനോട് വിളിച്ച് ചോദിച്ചിട്ട് അമ്മയോട് പറയാം എന്നൊക്കെ പറയുക രേവതി. തള്ളയെ ഒരുമാതിരി കളിയാക്കുവാണ് രേവതി. അപ്പോൾ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുമ്പോൾ, നീ എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചു. അനിയനെ വിളിച്ച് ചോദിക്കാൻ. ഓ, തലയ്ക്ക് വെളിവില്ലടി നിനക്കെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നടി, സച്ചിക്ക് പോകുന്നില്ലേന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓ, അമ്മയ്ക്കാ തലയ്ക്ക് വെളിവില്ലാത്തത്. അനിയൻ കോളേജിൽ പോകുന്നില്ലെന്നല്ല എന്നോട് ചോദിച്ചത്. ഇപ്പോൾ പറയുന്നു സച്ചിയായിട്ടും ജോലിക്ക് പോകുന്നില്ലെന്നാ. അപ്പോൾ എനിക്ക് വയ്യ. ഓ എടി, നിന്റെ കെട്ടിയവൻ ജോലിക്ക് പോകുന്നില്ലെന്നാണ് ചോദിച്ചത്, അത് പറയാൻ പറഞ്ഞു. അപ്പോൾ പോകുന്നുണ്ട്, 10 മണി കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പുണ്ട്, ആ സമയത്തേ പോവുള്ളൂ എന്ന കാര്യം രേവതി ഇങ്ങനെ പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക. 10 മണിക്ക് മുൻപ് അവർ വരുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യും? എന്താ കുറച്ച് നേരത്തെ പോയാലോ, അടുത്ത കാലത്തായി അവന് ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിനക്ക് അവനോട് പറഞ്ഞൂടെ ഒന്ന് നേരത്തെ കാലത്തൊക്കെ ജോലിക്ക് പോകാനെന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ യാതൊരു താല്പര്യക്കുറവില്ല അമ്മേ, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. 10 മണി കഴിഞ്ഞിട്ടല്ലേ ട്രിപ്പ്, അതിനെന്തിനാ ഇത്ര നേരത്തെ പോണേ? നേരത്തെ പോയാലേ വേറെയും ട്രിപ്പ് കിട്ടൂലേ എന്നൊക്കെ നേരം ചന്ദ്രമതി ചോദിക്കാം. അമ്മേ, അങ്ങനെ ട്രിപ്പ് കിട്ടുവാണെങ്കിൽ നേരത്തെ പോകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു രേവതി. എടി, ഇനി 10 മണിക്ക് കിട്ടുന്ന ട്രിപ്പാണെങ്കിൽ പോലും നേരത്തെ ഇറങ്ങുന്നത് വളരെ നല്ലതാണ്. ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ നേരത്തെ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞ് ഈ ചന്ദ്രമതി ഇങ്ങനെ പറയാം. അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം, നേരത്തെ പോട്ടെ അവൻ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തന്നെ ഇതെല്ലാം എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് പോവുക. അപ്പോഴേക്കും എന്തേ അവിടുന്ന് വിളിയും പാട്ടും ഒക്കെയായി. എൻ്റെ പൊന്നെ, ചന്ദ്രമതിയുടെ ധൃതി കണ്ടിട്ട് രേവതി അന്തം വിട്ട് നിൽക്കാം. രേവതി, നീ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ രേവതി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. അന്നേരത്തേക്ക് സച്ചി ഇറങ്ങി വരുന്നു. സച്ചി ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര സ്നേഹം. രേവതി, സച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു, നീ പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ സച്ചിയും അന്തം വിട്ട് അമ്മയെ നോക്കുക. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ മകൻ അടിമുടി നോക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഈ ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ മോൻ്റെ മുന്നിൽ നിൽക്കുക കേട്ടോ. കിളി പോയോ എന്ന് സച്ചി ഇങ്ങനെ നേരം ചിന്തിക്കുക അവിടെ. സച്ചി എന്നിട്ട് അമ്മ ഇങ്ങനെ വട്ടം കറങ്ങി നടന്ന് നോക്കുക. രേവതി, പ്ലേറ്റ് എടുത്തോണ്ട് വേഗം വാ. അപ്പോൾ ഇത് എൻ്റെ അമ്മ തന്നെയാണോ? അല്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയി. അപ്പോൾ രേവതി പ്ലേറ്റ് എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ആ പ്ലേറ്റ് വരെ തട്ടിപ്പറിച്ചിങ്ങ് അമ്മയെ പൊട്ടി പോകുമ്പോഴെന്ന് അന്നേരം രേവതി പറഞ്ഞു. പൊട്ടത്തൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അതിൽ നിന്ന് 2-3 പൂരി എടുക്കുന്നു, കറി എടുത്ത് ഒഴിച്ചു. അപ്പോഴേക്കും സച്ചി കൈ കഴുകിയിട്ട് വന്നു. കൈ കഴുകിയിട്ട് വന്നപ്പോൾ, നീ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഹൃദയ കൂട്ടുക. രേവതി, നീ അടുക്കളയിലേക്ക് ചെല്ലാൻ പറഞ്ഞു, ഞാൻ കൊടുത്തോളാം ഇതാന്നും പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പോകുമ്പോൾ, നീ ഒന്ന് നിന്നെ രേവതി എന്ന് പറഞ്ഞു. എന്താ സിച്ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതിയുടെ കയ്യിലൊന്ന് ഞുള്ളി. അയ്യോ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം, അപ്പം സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെയാണ് യാഥാർത്ഥ്യം. എന്നെ മുന്നിൽ കണ്ടാൽ പോലും മുഖം തിരിച്ചു പോകുന്ന ഒരാളായത്. ഇന്നെന്താണ് പതിവില്ലാത്തൊരു സ്നേഹപ്രകടനമൊക്കെ എന്ന് ചോദിച്ചു. രേവതി, എൻ്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അല്ല, എൻ്റെ സുധിയുടെ മുഖം വല്ലതും തോന്നുന്നുണ്ടോ? എല്ലാം നിനക്കൊരു തമാശ, വേഗം വരുന്നു ഭക്ഷണം കഴിക്കടാ എന്നും പറഞ്ഞ് മകനെ പിടിച്ചിരുത്തി അമ്മ ഭക്ഷണം കഴിപ്പിക്കുന്നു. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, കറി എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു. ലാസ്റ്റ് വെള്ളം ഒഴിക്കാൻ ജഗ് പോലും തുറക്കാൻ അറിയാതെ വരുന്നു രേവതി. ഇതൊക്കെ കണ്ട് വായും തുറന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കണ്ടിവരിങ്ങനെ നിൽക്കുക, വലിയൊരു കാഴ്ചയായിട്ട് തന്നെ. സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കഴിക്കാൻ പോലും പറ്റുന്നില്ല. വെള്ളം കുടിക്കും പറഞ്ഞ് വെള്ളം വരെ ഒഴിച്ചു കൊടുത്തു. അയ്യോ, ഭയങ്കര സ്നേഹത്തിലും സന്തോഷത്തിലും ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. സച്ചി ഏട്ടാ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമെന്ന് ചോദിച്ചു. പോട്ടം കുറവാ, ഭക്ഷണം ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ രേവതി, പുറത്തേക്ക് നോക്കുക, മഴ പെയ്യാൻ സാധ്യതയുണ്ട്.
പുറത്തല്ലാതെ വീടിനകത്ത് പിന്നെ മഴ പെയ്യോ അമ്മയെന്ന് നേരം സച്ചി ചോദിച്ചു. നീ എന്തിനാ വീട്ടിലേക്ക് വരുന്നേ? മഴ നനയുള്ള പനിയും വരുത്തണോ നിനക്ക്? ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം എടുത്ത് കൊടുത്തു വിട്ടേക്ക് രേവതി എന്ന് ചന്ദ്രമതി പറയണം. അപ്പൊ സച്ചിയേട്ടാ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഞാൻ എടുത്തു വെക്കട്ടെ എന്ന് ചോദിച്ചപ്പം എടുത്തു വെച്ചേക്ക്, അമ്മ പറഞ്ഞതല്ലേ, എനിക്ക് പനി വന്നാലേ അമ്മയ്ക്ക് വിഷമമാകും നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നീ വേഗം കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇരുന്ന് കഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ സുധി അങ്ങോട്ടേക്ക് വന്നു. സുധി കഴിക്കാൻ വന്നപ്പം നീ ഇപ്പം കഴിക്കണ്ടെന്ന് പറഞ്ഞു. കഴിക്കണ്ടേ, എനിക്ക് ഓഫീസിൽ പോകണോ അമ്മേ. നിനക്ക് എന്ത് ഓഫീസാടാന്ന് അമ്മ അന്നേരം മോനോട് ചോദിക്കാം. അമ്മ പാർക്ക് മിട്ടാരിയിടാന്ന് പറഞ്ഞോണ്ട് അമ്മ. അപ്പം നീ എപ്പോഴും ലേറ്റ് ആയിട്ടല്ലേ പോകുന്നത്, പിന്നെ കഴിക്കാം, നീ അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കുക, സച്ചി കഴിക്കട്ടെ എന്ന് ചന്ദ്രമതി പറയുമ്പോഴും സച്ചി അന്തം വിട്ട് നോക്കുക. അമ്മ ഒരു മുട്ടയെങ്കിലും താ അമ്മേ, നീ പോടാ പോ എന്നും പറഞ്ഞ് അമ്മ ഓടിച്ചു വിടുക. അപ്പോൾ സച്ചി മോനെ നീ കഴിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മോനെ കഴിപ്പിക്കുന്നു. രേവതി ദേ ലഞ്ചെടുത്ത് വെക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഉണ്ടമ്മേന്ന് രേവതി അവിടെ നിന്ന് വിളിച്ചും പറഞ്ഞു. അവളെടുത്ത് വെക്കില്ല, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ അങ്ങ് പോകുമ്പോൾ ഇത് കിളി പോയത് തന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ ഇരിക്കുക. അപ്പോഴേക്കും സുധിക്ക് കൊതി വന്നിട്ടും പാടില്ല, വിശന്നിട്ടും പാടില്ല, നല്ല പോരി മസാല ആയിരുന്നു. എൻ്റെ ദൈവം എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി എന്നും പറഞ്ഞുകൊണ്ട് സുധി അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കുവടൊക്കെ നടക്കുക. അങ്ങനെ വിശന്നിട്ട് വയ്യല്ലോ ഷോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. പാവം ഒരു രക്ഷയില്ല. അപ്പോൾ ഇതെന്തൊരു ലോകം, എന്തിവിടെ നടക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി പാട്ടൊക്കെ പാടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. നീ ഭക്ഷണം കഴിച്ചല്ലേ എന്ന് ചോദിച്ചു സുധിയോട്. ഇല്ല അച്ഛാ, ശ്രുതിയും കൂടെ വന്നിട്ട് കഴിക്കാം. അല്ല അച്ഛൻ കഴിച്ചോന്ന് ചോദിച്ചപ്പം നല്ല വിശപ്പില്ല എന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് സുധി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡാ നീ ഇന്ന് ഓഫീസിൽ പോയില്ലെന്ന് ചോദിച്ചപ്പം പോണോ അച്ഛാ, കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചു എന്നും പറഞ്ഞ് സുധി ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ സച്ചി ആണെങ്കിൽ ഇങ്ങനെ വയറ് നിറയെ കഴിച്ച് കേൾക്കുമ്പോൾ മതിയോ മോനെ എന്ന് ചോദിച്ചു ചന്ദ്രമതി. ആ മതിയെന്ന് പറഞ്ഞു. അമ്മയെ കണ്ടപ്പോഴേക്കും പേടിച്ചിങ്ങനെ ഒരു സൈഡ് മാറിയാണ് നമ്മുടെ സച്ചി പോകുന്നത്. അപ്പോഴേക്കും ദൈവമേ ഇവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളം എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര വെപ്രാളമാണ് ചന്ദ്രമതിക്ക്. ഇപ്പം പോയിട്ട് മതിയോ അവർ വന്നാൽ മതിയെന്നുള്ളൊരിത്. രേവതി ലഞ്ച് കൊണ്ടുപോകും പെട്ടെന്ന്, സച്ചിക്ക് പോകാൻ ടൈമായി എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ടൈമായെന്നും ചോദിച്ചു വാച്ചിലേക്ക് നോക്കുന്ന സച്ചിയുടെ കൈ പിടിച്ച് മാറ്റിയിട്ട് ആയി, ജോലിക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നും പറഞ്ഞായി അമ്മ. അപ്പോൾ രേവതി ചോറൊക്കെ കൊണ്ടുവന്നു. സച്ചി വേഗം എല്ലാം പറഞ്ഞു. രേവതിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത് സച്ചിയുടെ കയ്യിലേക്കും കൊടുത്തു. രേവതി ഞാൻ പോട്ടെ, എന്താ ഇതെന്നൊക്കെ സച്ചി പതുക്കെ രേവതിയോട് ചോദിക്കുക. എന്താ ഇത്, പൊക്കോന്ന് പെട്ടെന്ന് പറ എന്ന് രേവതിയോട് ഞാൻ ചന്ദ്രമതി പറയാം. എന്നാ പോയിട്ട് വാ സച്ചേട്ടാ. ശരി എന്ന് പറഞ്ഞ സച്ചി ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോണു. ചന്ദ്രമതി ആണെങ്കിൽ നെടുവേർപ്പൊക്കെ ഇട്ട് നിൽക്കുക. അപ്പോഴേക്ക് രേവതി സച്ചി കഴിച്ച പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു. ആ സമയത്ത് നമ്മുടെ അച്ഛനും മോനും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛാ നീ ഇറങ്ങുവാണോ എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ അവിടെ നിന്ന് പോകുന്നു. സച്ചി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദീർഘശ്വാസമൊക്കെ വിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോഴേക്കും പോയ സച്ചി പിന്നെയും കയറി വന്നിട്ട് സുധി ഞാൻ പോട്ടടാ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നപ്പോഴേക്കും ചന്ദ്രമതിനെ ശരി അങ്ങ് മാഞ്ഞു. ഇവനെന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്, ഇത് പതിവില്ലാത്തതാണല്ലോ, ഇതെന്താ ആദ്യമായിട്ടൊരു ചോദ്യമൊക്കെ എന്നിങ്ങനെ നേരെ സുധി. നീ പോയില്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു. ഞാൻ പോട്ടറാ എന്നും പറഞ്ഞ് സച്ചി നിൽക്കുമ്പോൾ വേഗം അവരിപ്പം അങ്ങ് എത്തുമെന്ന് പറഞ്ഞു ചന്ദ്രമതി നിന്നിങ്ങനെ ഉരുകുക. അപ്പം പോയിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അനിയനെ പറഞ്ഞു വിടുന്നു നമ്മുടെ സച്ചി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെഞ്ചത്ത് കൈ വെച്ച് ചന്ദ്രമതി നിൽക്കുക. പോരി മസാല തണുത്ത് കാണും സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി അന്നേരം അവിടെ ഇങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛാ ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ച്. അപ്പോൾ എൻ്റെ ദൈവമേ ഗ്യാസ് കയറുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുക. അപ്പോഴാണ് ശ്രുതി കഴിക്കാമെന്നും പറഞ്ഞ് വരുന്നത്. പിന്നെന്താ കഴിക്കാലോ എന്നും പറഞ്ഞ് ശ്രുതി എഴുന്നേറ്റ് ചെല്ലുന്നു. അങ്ങനെ ഇവർ കഴിക്കാനായിട്ട് അങ്ങ് പോകുമ്പോൾ പൗഡറേട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പോയതുപോലെ തിരിച്ച് കയറി വരിക. അപ്പോഴേക്കും ദേ വരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുന്നു. ഇവൻ പോയില്ലേ ഇതുവരെ എന്ന് ചോദിക്കുക ശ്രുതി. ദേ വരുന്നു പോയിട്ടെന്ന്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ ചങ്കിൽ പഞ്ഞി വെച്ചാൽ കത്താൻ ടെൻഷനായി. ഞാനേ ജോലിക്ക് പോവാ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ, എന്താ ഇത്, അപ്പോൾ ഇവന് വട്ടായതാണോ അതോ എനിക്ക് വട്ടായതാണോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി അവിടെ ശ്രുതിയോട് ചോദിക്കുക. എന്താടാ ഇതെന്ന് അച്ഛൻ ചോദിച്ചപ്പം, അല്ല അച്ഛാ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് പോകണമെന്നല്ലേ അച്ഛമ്മ പറഞ്ഞിട്ടുള്ളതെന്ന് നേരത്തേക്ക് നമ്മുടെ രവിയേട്ടനോട് മകൻ ചോദിക്കുക. ഈശ്വര സമയം പോകുന്നല്ലോ, അവരിപ്പോൾ എങ്ങനെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നിന്ന് ഉരുക. അപ്പോൾ നമുക്ക് കഴിക്കാൻ പാ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിച്ചുകൊണ്ട് പോകുമ്പം പൂരി മസാല എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ടേക്ക് പോവാം. പോയ സജ്ജ വീണ്ടും കയറി വരിക. രേവതി ഈ ലഞ്ച് ബോക്സിനകത്ത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ കഴിച്ചില്ലേ അത് തന്നെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് കരുതി കഴിഞ്ഞാൽ വേറൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു രേവതി. അപ്പോൾ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് മണത്തോണ്ട് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക കേട്ടോ. ചന്ദ്രമതി അവിടെ ഇട്ട് കറക്കി നിലത്തടിച്ച് ശരിയാക്കുവാണ് സച്ചി. അത്ര രാവിലെ മകനെ ഓടിക്കാൻ നോക്കിയതല്ല, അമ്മയുടെ കള്ളക്കളി മുഴുവൻ പൊളിക്കാനായിട്ടാണ് മോൻ നോക്കുന്നത്. ഇതിനകത്ത് എത്ര എണ്ണം വെച്ചിട്ടുണ്ട്, ഈ നെയ്യുടെ മുന്തിരിയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ടല്ലോ,
അത് തുറന്ന് നോക്കുമ്പോൾ അറിയാം, നീ ഒന്ന് പോടാ സമയമായി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കിടന്ന് പറയാം. അപ്പോഴേക്ക് സച്ചി ഇങ്ങനെ ഇതെന്ത് ഇതെന്ന് ഓർത്തങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ സച്ചി വീണ്ടും കയറുന്നിട്ട് അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ ഞുള്ളി പറിച്ചിട്ട് പൊടാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുക. അപ്പോൾ നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പം ദേ നീ ഇങ്ങ് വാടാ, നമുക്ക് ഭക്ഷണം പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ ഇപ്പോൾ കഴിക്കാതെ പിന്നെ ഇപ്പോൾ കഴിക്കാനാണെന്ന് ചോദിച്ചു ശ്രുതി അന്നേരം ദേഷ്യപ്പെടുക. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് ചെന്നു, ശ്രുതിയും അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്താ അമ്മേ കാരെന്ന് ചോദിച്ചു. നീ ആ സോഫ ഒന്ന് സെറ്റാക്കി വെക്കാൻ പറഞ്ഞു. അമ്മ ഞാൻ എടുത്ത് വെക്കാമേ, ഞാൻ ആ പൂരി കഴിച്ചിട്ട്. അപ്പോഴേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വയറിന് വേദനയാണേന്ന് പറഞ്ഞ് ദേ കയറി വരുന്നു. സച്ചി കയറി വരുന്ന സമയത്ത് ചന്ദ്രമതി ഉള്ള ഗ്യാസും പോയി അവിടെ നിൽക്കുക. അപ്പോഴേക്കും അയ്യോ അയ്യോ അമ്മേ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ കരയുമ്പോൾ വയറുവേദനയാണോ എന്ന് ചോദിച്ചു. വയറെന്തോ പോലെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിയും അച്ഛനും കൂടെ ചെന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പിടിച്ചവിടെ ഇരുത്തുക. വേണ്ടാത്ത എന്തെങ്കിലും കഴിച്ചു കാണുമെന്ന് പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടുക. അപ്പോഴേക്കും ചന്ദ്രമതിയുടെ ചങ്കിൽ പഞ്ഞി വെച്ചാൽ കത്തുന്ന അവസ്ഥ വീണ്ടും. അച്ഛാ അമ്മ എന്നോട് നേരത്തെ കൂടുതൽ സ്നേഹം കാണിച്ചില്ലേ, അതായിരിക്കും എനിക്ക് പറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു. അയ്യോ 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 എന്ന് പറഞ്ഞ് കരഞ്ഞു. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഓടുമ്പോൾ ട്രിപ്പ് പോകണ്ടേ നിനക്ക്, നീ പെട്ടെന്ന് പോടാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഓടിക്കുക. എന്നെ നാണം കെടുത്തില്ലേ അമ്മ, ഞാൻ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ബാത്റൂമിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ ഏതായാലും അവനൊരു പണി കിട്ടിയത് നന്നായി. അപ്പോഴേക്കും അയ്യോ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വയറും പൊത്തി പിടിച്ച് ഓടുമ്പോഴത്തേക്ക് സച്ചി ഓട്ടം വിടാനായിട്ട് ചന്ദ്രമതി പുറകെ ഓടുക. എടാ നിൽക്കടാ അവിടെയെന്നും പറഞ്ഞു. നിൽക്കില്ല, നിന്നാ പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഓടുമ്പോൾ നീ ഇത് എവിടെ പോകുമെന്ന് ചോദിച്ചു ചന്ദ്രമതി. അമ്മ വയറ്റിൽ പ്രശ്നം വന്ന് എവിടേക്കാണ് പോയി, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു സച്ചി. അമ്മ എന്നെ വിടമ്മേ എന്ന് പറഞ്ഞു സച്ചി ഓടുമ്പോൾ ടൈം ആയില്ലേ, പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കയറാൻ പറഞ്ഞു ചന്ദ്രമതി. ഇവിടെ ബാത്റൂമില്ല, പിന്നെ എന്തിനാ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഇങ്ങനെ വായി തോന്നുന്നത് പറയല്ലേ അമ്മയെന്ന് പറഞ്ഞു. അല്ല നിനക്ക് ലേറ്റ് ആവില്ല, നീ പോടാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ ബാത്റൂമിൽ പോകുന്നതിൽ ലേറ്റ് ആയാലോ പ്രശ്നം, പബ്ലിക് ടോയ്ലറ്റിൽ കാശ് വാങ്ങാൻ നിൽക്കുന്നവരെ പോലെ നിൽക്കാതെ മാറും എന്ന് പറഞ്ഞ് അമ്മയെ പിടിച്ചിട്ട് തള്ളും തള്ളി സച്ചി ബാത്റൂമിലേക്ക് ഓടി. അപ്പോൾ എൻ്റെ അമ്മോ എന്നും പറഞ്ഞ് സച്ചി ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ആ ഭിത്തിക്ക് ഇടിയൊക്കെ കൊടുത്തിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പോയി മൊത്തത്തിൽ അവരിപ്പോൾ ഇങ്ങ് വരുകയും ചെയ്യും. കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ രവിയേട്ടൻ നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയത്, അവൻ ബാത്റൂമിൽ പോകുന്നതിനാണ് അവൾ തടയുന്നത് എന്ന് രവിയേട്ടൻ ചോദിച്ചു. എനിക്കറിയില്ല എന്ന് ഇവരും പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വരുന്നത് കണ്ട് ശ്രുതി പറഞ്ഞു അമ്മ വരുന്നുണ്ട് അമ്മയോട് തന്നെ ചോദിക്കാൻ. അപ്പോൾ ചന്ദ്രമതി ഇറങ്ങി വരിക. അപ്പോൾ വാ ശ്രുതി എനിക്ക് വിശക്കുന്നു, എനിക്ക് കഴിച്ചിട്ട് പോകണം വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിർബന്ധിച്ച് ശ്രുതിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ നിൽക്കും മോളെ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരോ, ആര് വരുന്നുണ്ടെന്ന്? അതെ ശ്രീകാന്തും വർഷയും എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഞെട്ടി. ശ്രീകാന്തും വർഷ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? ഓ അപ്പം അതാണല്ലേ നിൻ്റെ ഈ വെപ്രാളത്തിന് കാരണം. അവരിങ്ങോട്ട് വന്നോട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നതാണല്ലേ. വർഷയുടെ അവളുടെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ട് വിടണമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അച്ഛൻ പറഞ്ഞപ്പം വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കൂടെ അവരും വരുന്നുണ്ട് എന്നുള്ള കാര്യം അന്നേരം ഈ ചന്ദ്രമതി ഇവരോട് പറയോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുവാണോ എന്ന് സുധി അന്നേരം ചോദിച്ചു കേട്ടോ. അപ്പം രേവതിക്ക് കാര്യം മനസ്സിലായി, എന്തിനാണ് തൻ്റെ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ ഈ തള്ള കാണിച്ചത് എന്നുള്ളത്. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം ദേ കയറി വരുന്നു അവരും വീട്ടുകാരും കൂടി. അപ്പോൾ അവർ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മഹിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വിളിച്ചു. ഇവരെല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അവർ വന്ന് നിൽക്കുന്നത് കണ്ടു. അപ്പോഴേക്കും ചന്ദ്രമതി വലിയ ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ മകൻ്റെയും അതുപോലെ മരുമകളുടെയും മുഖത്ത് ഭയങ്കര ഒരു സന്തോഷം. ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതി പേടിച്ച് തിരിഞ്ഞു നോക്കുക കേട്ടോ. ദൈവമേ, അച്ഛൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ശ്രീകാന്തിനും ഭയങ്കര വിഷമം. വർഷയെ മോളെ കയറി വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുവാണ് അമ്മ. മഹിമ കയറി വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുക. അവരാരും ഒന്നും മിണ്ടുന്നില്ല. അച്ഛനോ അല്ലെങ്കിൽ രേവതിയോ അവരാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്കും ഒരു കയറി വരാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് രവിയേട്ടാ ഇവരോട് അകത്തോട്ട് വരാൻ പറ എന്ന് ചന്ദ്രമതി പറഞ്ഞു. അച്ഛനാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് തന്നെ നിൽക്കുക കേട്ടോ. ഇപ്പോൾ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ ശ്രീകാന്തും. അപ്പോഴേക്കും വർഷ ഹായ് അങ്കിൾ എന്നും പറഞ്ഞിട്ടൊരു ഹായും കൊടുത്തു. അച്ഛൻ ആ നിമിഷം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു സെക്കൻഡ് ഓർത്തു. അതായത് മക്കളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ. ഈ സമയത്ത് നമ്മുടെ വർഷ ഇടിച്ച് അകത്തേക്ക് കയറുമ്പോഴേക്കും വർഷ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷയെ തടഞ്ഞു. കാരണം എന്താ, അച്ഛൻ അകത്തേക്ക് കയറി വരാനായിട്ട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ വർഷയെ തടഞ്ഞ് അവിടെ നിർത്തിയിരിക്കാം. ദേ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതല്ലേ വിവാഹം കഴിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക്? അതെ ശ്രുതി ആരതിത്തട്ട് എടുത്തിട്ട് വാ എന്നും പറഞ്ഞു ഇങ്ങനെ ശ്രുതിയെ പറഞ്ഞു വിടുക. ശ്രുതി അത് എടുക്കാൻ പോയി. അച്ഛൻ അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ശ്രുതിയേട്ടാ എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് പോയിട്ടോ. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അച്ഛാ ഇപ്പം എങ്ങനെയുണ്ട്, അസുഖമൊക്കെ മാറിയല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴും അച്ഛനും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്താകുമെന്ന് അറിയില്ലല്ലോ. ദൈവമേ, പേടിച്ച് വിറച്ചാൽ നമ്മുടെ ചന്ദ്രമതി നിൽക്കുന്ന എങ്ങാനും സച്ചി ഇറങ്ങി വരുമോ എന്നുള്ളൊരു പേടി.
ചന്ദ്രമതി എന്നിട്ട് ഓടി മുകളിലേക്ക് ചെന്നു. അപ്പോൾ അവൻ ബാത്റൂമിലല്ലേ. ഒരു കാര്യം ചെയ്യാം, വാതിൽ പുറത്തുനിന്ന് പൂട്ടാമെന്ന് വിചാരിച്ച് ആ ഒരു കാര്യം ചെയ്യുവാണ് ഈ ചന്ദ്രമതിയെ. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് ആരതിത്തട്ടുമായിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മോളെ ഒരു നിമിഷം, രേവതി ഇങ്ങ് വാ മോളെ എന്ന് പറഞ്ഞ് രേവതിയെ അടുത്തേക്ക് വിളിക്കുന്നു. രേവതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. മോളെന്നോ? അപ്പോൾ രേവതി അമ്മ പറഞ്ഞനുസരിച്ച് അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് രേവതിയും അതുപോലെ ശ്രുതിയും കൂടിയാണ് ഇവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ അകത്തേക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ കയറ്റി. അച്ഛനൊന്നും മിണ്ടുന്നില്ല. അകത്തേക്ക് വാ മക്കളെ. അപ്പോൾ രവിയേട്ടാ അവരോട് അകത്തേക്ക് വരാൻ പറയുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനോട് പറയാം ചന്ദ്രമതി. അച്ഛനൊന്നും മിണ്ടാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരകത്തേക്ക് കയറണോ അതോ തിരിച്ച് പോകണോ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.